ബ്രിട്ടീഷ് ലൈബ്രറിയിലെ വായനാമുറിയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന കല്യാണി എന്ന കൊച്ചു പെൺകുട്ടി ഇന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിന് വേറിട്ടൊരു വായനാശീലം സൃഷ്ടിച്ചെടുത്ത ഡോക്ടർ കല്യാണി വല്ലത്തായതിനു പിന്നിൽ കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഒരു നീണ്ട കഥ തന്നെ പറയാനുണ്ട്. ഞാൻ കല്യാണി വല്ലത്ത്. ഞാൻ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ജനിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ കൊല്ലത്ത് നിന്നാണ്, അമ്മ തൃശ്ശൂരിൽ നിന്നും. അച്ഛൻ പ്രൊഫസർ ആർ ബാലകൃഷ്ണൻ നായർ. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലും മറ്റ് പല ഗവൺമെൻറ് കോളേജസിലുമാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. അമ്മയും അതെ. രണ്ടുപേരും സംസ്കൃതം പ്രൊഫസർമാരായിരുന്നു. പ്രൊഫസർമാരായതുകൊണ്ട് എന്നെ വളരെ നന്നായിട്ട് സ്പെല്ലിങ്ങും ഗ്രാമറും എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചാണ് അവർ 10ാം ക്ലാസ് വരെ എത്തിച്ചത്. ഒരുപാട് അടിയും പിടിയും ഒക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പഠിത്തത്തിനോട് വലിയൊരു സ്നേഹവും അവരുണ്ടാക്കി തന്നു. അപ്പൂപ്പനും അമ്മുമ്മയും പറഞ്ഞുകൊടുത്ത കഥകൾ കേട്ട് വളർന്ന കൊച്ചു കല്യാണിക്ക് വായനാശീലം വളർത്തിയെടുക്കുന്നതിൽ അധ്യാപക ദമ്പതിമാരായ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ചെറുപ്രായത്തിൽ തന്നെ വേർഡ്സ്വർത്ത് കഥകൾ കേട്ടു വളർന്ന കല്യാണിയുടെ പഠനം 7ാം ക്ലാസ് വരെ തിരുവനന്തപുരത്തെ ഹോളി ഏഞ്ചൽസിലും 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ തൃശ്ശൂരിലും പ്രീ ഡിഗ്രി കാസർഗോഡുമായിരുന്നു. കോൺവെന്റിൽ വളരെ ചിട്ടയോടെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം കറക്റ്റായിട്ടാണ് എന്നെ പഠിപ്പിച്ചിരുന്നതെങ്കിൽ പ്രീ ഡിഗ്രിക്കൊക്കെ ചെന്നപ്പോൾ ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ 2 തരത്തിലുള്ള ഒരു പഠനവും എനിക്ക് ഉണ്ടായി. കോൺവെൻറ്റിൽ നിന്ന് പഠിച്ച കുറേ ബേസിക്സ് എനിക്ക് വളരെയധികം ഉപയോഗപ്പെട്ടു എല്ലാ കാലത്തും. അതേസമയം ഗവൺമെൻറ് കോളേജ് കാസർഗോഡിൽ പഠിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇൻഡിപെൻഡൻസ്, അതും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവണം. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു. അച്ഛൻ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലും അമ്മ ഗവൺമെൻറ് കോളേജിലുമാണ് പഠിപ്പിക്കുന്നത്. എനിക്കൊരു അനിയനുണ്ട്, അവനും ഇവിടെ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ, അവിടെയാണ് BA ചെയ്യുന്നത്. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് കൂട്ടുകാരെ കിട്ടി. പഴയതിനേക്കാളും കുറേയും കൂടി പഠിക്കാനുള്ള ഒരു താല്പര്യവും. അന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരിക്കും. AC വേണ്ടിയാണ് ആദ്യം പോയിരുന്നത്. പക്ഷേ എത്ര പുസ്തകങ്ങളാണ്, അതൊക്കെ വായിക്കാനും അധികമൊന്നും മനസ്സിലായൊന്നുമില്ല ആദ്യം. പക്ഷെ അതെല്ലാം നോട്ട് എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായി. ആ നോട്ട്സൊക്കെ വളരെയധികം ഉപകരിച്ചു പിന്നീട്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആദ്യം മുതൽ തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കുറേ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വാങ്ങി തന്നു. അത് ഇന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും അത് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചെറിയ കുറേ പുസ്തകങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള കുറേ 3-4-5 പുസ്തകങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആ അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത്. ബിരുദാനന്തര പഠനത്തിനു ശേഷം സിസോ പബ്ലിക്കേഷൻസിന്റെ ഒരു എൻസൈക്ലോപീഡിയ ചെയ്തത് ഏറെ പ്രയോജനം ചെയ്തു. ഇതറിഞ്ഞ കുടുംബ സുഹൃത്തും പ്രശസ്ത കവിയുമായ ഡോക്ടർ K. അയ്യപ്പ പണിക്കർ തന്റെ പ്രബന്ധരചനകൾക്ക് സഹായിയായി കൂടെ നിൽക്കുവാൻ കല്യാണിയെ ക്ഷണിച്ചത് ഒരുപാട് അനുഭവം നിറഞ്ഞതായി മാറി. അയ്യോ, അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. എന്തെല്ലാം പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തെന്നറിയാമോ? അതിലൊന്നാണ് DC ബുക്സിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഷേക്സ്പിയറിൻ്റെ ട്രാൻസ്ലേഷൻ. ഷേക്സ്പിയറിൻ്റെ ഓരോ നാടകവും ഓരോരോ വരിയായിട്ട് വായിക്കാനും സാറിൻ്റെ കൂടെ അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള അനുഭവം ഉണ്ടായി എനിക്ക്. അതുപോലെ പലവിധ പ്രോജക്റ്റുകൾ, എല്ലാത്തിൻ്റെയും ഒരു തുടക്കം അത് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാർ എന്നെ ആദ്യം മുതൽ എഡിറ്റിങ്ങിനെ പറ്റിയും പബ്ലിഷിങ്ങിനെ പറ്റിയും ടീച്ചിങ്ങിനെ പറ്റിയും എല്ലാം പഠിപ്പിച്ചു തരികയായിരുന്നു. അതുകൂടാതെ ഡോക്ടർ ജമീല ബേഗത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ PhDക്ക് വേണ്ടി റിസർച്ചാണ് ചെയ്തിരുന്നത്. കാനഡയിൽ പോയി റിസർച്ച് ചെയ്യാനുള്ള ഒരു സ്കോളർഷിപ്പും ലഭിച്ചു. അതും മറ്റൊരു തുടക്കമായിരുന്നു. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം ഞാൻ കാനഡയിൽ നിന്ന് വളരെയധികം പഠിക്കേണ്ടായി. അവിടെ വെച്ച് ഞാൻ വാൻകൂവറിലാണ് പോയത്. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ടൊറൻറ്റോയിലേക്ക് യാത്ര ചെയ്യാനും മറ്റ് പല പ്രോഗ്രാംസിൽ പങ്കെടുക്കാനും പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യാനും
പബ്ലിഷ് ചെയ്യാനും ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ ഉണ്ടായി. ഇതെല്ലാം വളരെയധികം എന്താ പറയുക, ലേണിംഗ് തന്നെയായിരുന്നു. തന്റെ താല്പര്യം ചിൽഡ്രൻസ് ഫിലിം റിസർച്ച് ആണെന്ന് മനസ്സിലാക്കിയ കല്യാണി കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. മുതിർന്നവരെ പഠിപ്പിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ കുട്ടിയാണ് പഠിക്കുന്നത് എന്ന ചിന്ത ഉരുത്തിരിഞ്ഞതും ഇതിൽ നിന്നാണ്. ഭർത്താവിനോടും കുഞ്ഞിനോടുമൊപ്പം കാനഡയിൽ ഉപരിപഠനത്തിന് പോയ വേളയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം അറിവ് പങ്കുവയ്ക്കുന്ന പുതിയൊരു വിദ്യാഭ്യാസ ശൈലി കല്യാണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തുകൊണ്ട് തനിക്കിത് പ്രാവർത്തികമാക്കിക്കൂടാ എന്ന ചിന്തയുമായാണ് കല്യാണി നാട്ടിലേക്ക് മടങ്ങി വന്നത്. തുടർന്ന് തിരുവനന്തപുരത്തെത്തിയ കല്യാണി ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് തന്റെ കോച്ചിംഗ് സെന്റർ വിപുലമാക്കിയത്. നെറ്റ് പാസ്സാകാൻ വളരെ പ്രയാസമുള്ള ആ കാലഘട്ടത്തിൽ കല്യാണിയുടെ ശിക്ഷണത്തിലൂടെ നിരവധി പേർ പാസ്സായി. കനേഡിയൻ സ്കോളർഷിപ്പും കഴിഞ്ഞ് ഞങ്ങൾ PhD ഡിസർട്ടേഷനും സബ്മിറ്റ് ചെയ്തിട്ട് സുദീപ് നേരെ ഖത്തറിലേക്ക് പോയി. അവിടെ ദോഹയിൽ ഗൾഫ് ടൈംസിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. സുദീപിൻ്റെ സഹായവുമില്ല, ജോലിയുമില്ല. എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ കുറേ ജൂനിയേഴ്സ് പഠിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞ് വരുന്നത്. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം എനിക്കിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് പഠിപ്പിക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെയാണ് ഇഷ്ടം. അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരാണല്ലോ, അവർ ഒട്ടും തന്നെ സമ്മതിച്ചില്ല. അവർക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ ഇവിടെ കോച്ചിങ് സെൻറ്ററും ട്യൂഷൻ സെൻറ്ററും ഒന്നും തുടങ്ങുന്നത്. പക്ഷേ സൂത്രത്തിലും മറ്റും പൈസയൊന്നും ഇല്ല, അച്ഛനും അമ്മയും സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും തറയിലൊക്കെ ഇരുന്നാണ് ആദ്യത്തെ ബാച്ച് പഠിച്ചിരുന്നത്. എൻ്റെ ഫ്രണ്ട്സാണല്ലോ, അവർക്ക് വിരോധമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കോച്ചിങ് തുടങ്ങി. അപ്പോൾ വലിയൊരു കാര്യം എനിക്കില്ല, പൈസയും കസേരയും മാത്രമല്ല ഇല്ലാത്തത്, വിവരവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു സിലബസാണ് പഠിച്ചത്. 20th സെഞ്ച്വറി മാത്രം. അതിന് മുൻപുള്ള സബ്ജക്ട്സുകൾ, അതിന് മുമ്പുള്ള ഓത്തേഴ്സും വർക്ക്സും ഒക്കെയാണ് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഞങ്ങളുടെ സിലബസ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു. എനിക്കതിന് മുമ്പുള്ള 16ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള ഒന്നും തന്നെ അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. പഠിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. നമുക്ക് നല്ലൊരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബുക്ക് വേണം. നോക്കിയപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിനൊക്കെ നല്ല വിലയാണ്. ജോൺ ബ്യൂക്കാൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകം അവൈലബിൾ ആണെന്ന്, 2 വോള്യൂം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഞാൻ എങ്ങനെയോ കണ്ടെത്തി, ആരോ പറഞ്ഞറിഞ്ഞു തിരുവനന്തപുരത്ത് സദേൺ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പിൽ ഒരു ബുക്ക് പബ്ലിഷേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് അതുണ്ടെന്ന്. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, കാരണം ഇൻ്റർനെറ്റ് ഇല്ലല്ലോ, നമ്മുടെ GPS ഒന്നും ഇല്ലല്ലോ. ഞാൻ അന്ന് സുദീപ് നാട്ടിലെന്തോ വന്ന സമയമായിരുന്നു. ഞാനും സുദീപും കൂടി ആ ഏരിയ മുഴുവനൊക്കെ, പേട്ട ഏരിയ മുഴുവൻ അരിച്ചു പിറക്കി അവസാനം അവരെ കണ്ടെത്തി അവിടുന്ന് ആ പുസ്തകവും സംഘടിപ്പിച്ചു. ഈ കയ്യിലുള്ള ഒരുപാട് പുസ്തകങ്ങളൊന്നുമില്ല, 4-5 പുസ്തകങ്ങളേ ഉള്ളൂ. അത് മുഴുവൻ അരിച്ച് പിറക്കി ഓരോരോ വരിയായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് നോട്ട് എഴുതലാണ് ആദ്യം തന്നെ ചെയ്തത്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചത് കാരണം അന്ന് പഠിപ്പിച്ചിരുന്ന 4-5 കുട്ടികൾക്ക് എല്ലാവർക്കും നെറ്റ് പാസ്സാവാൻ പറ്റി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും നെറ്റ് പാസ്സായിരുന്ന കാലമല്ല അത്. അങ്ങനെ ഞാൻ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി കസേരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഫോട്ടോ കോപ്പി എടുക്കാൻ വലിയ പൈസയാവും, 1 രൂപയാണ് ഒരു പേജിന്. അന്ന് അത്ര പൈസയൊന്നും നമുക്ക് ചിലവാക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഞാൻ കൈകൊണ്ട് മറ്റേ കാർബൺ കോപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആളുകൾക്ക് നോട്ട്സ് കൊടുത്തിരുന്നത്. രാത്രി മുഴുവൻ ഇരുന്ന് ഈ പുസ്തകങ്ങൾ വായിക്കും, പഠിക്കും, നോട്ട്സ് എഴുതും, പിറ്റേ ദിവസം രാവിലെ പഠിപ്പിക്കും. ഇങ്ങനെയായിരുന്നു. നമുക്കന്ന് പവർ പോയിന്റ് ഉണ്ടാക്കാനൊന്നും അത്ര അറിയില്ല എല്ലാവർക്കും. ഞാൻ അതൊക്കെ പഠിച്ചെടുത്തു. ലാപ്ടോപ്പില്ല, ഇന്നത്തെ പോലത്തെ സ്ക്രീനൊന്നും അല്ല, പണ്ടത്തെ അനലോഗ് വലിയ സ്ക്രീനാണ്. അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത ആളുകൾ അത് നോക്കിയാണ് ഈ പഠിക്കുന്നത്. ഭയങ്കര തമാശയായിരുന്നു. ഏതായാലും ഒരുപാട് കുട്ടികൾ അറിയാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും, നോട്ട്സ് ഉണ്ടെന്നൊക്കെ. എറണാകുളം മഹാരാജാസ് കോളേജിലെ ഗാലറി ക്ലാസ് ഡോക്ടർ കല്യാണിക്ക് ഏറെ അഭിമാനവും പ്രശസ്തിയും നേടിക്കൊടുത്തു. ഇതിലൂടെ പരിചയക്കാരും അല്ലാത്തവരുമായി നിരവധി പേർ ഡോക്ടർ കല്യാണിയുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തിയാക്കി. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ റിസർച്ച് ചെയ്തിരുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു. അവർ പഠിപ്പിച്ചിരുന്നത് മഹാരാജാസ് കോളേജിലായിരുന്നു, എറണാകുളത്ത്. ഒരിക്കൽ ആ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ വന്ന ഒരു ക്ലാസ് എടുത്തൂടെ? അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ നെറ്റിനെ കുറിച്ച് അറിയാമല്ലോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മറ്റൊരു കോളേജിൽ പോയി പഠിപ്പിച്ചു നെറ്റിനെ പറ്റി. എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു അത്. വലിയൊരു ഗാലറി ക്ലാസ്, മഹാരാജാസ് കോളേജിലെ ഗാലറി ക്ലാസ് നമ്മൾ സിനിമയിൽ നിന്നൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഒരു അച്ഛനെ അവിടെ പഠിപ്പിച്ചിരുന്നു താനും. അവിടെ 5-6 കുട്ടികളെ വന്നിരുന്നുള്ളൂ എൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട്. പക്ഷേ ആ ക്ലാസ് എടുത്തു, അവരെ പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ ആ കുട്ടികളുടെയൊക്കെ അഡ്രസ്സ് കളക്ട് ചെയ്തു. പിന്നെ നമ്മളെ സ്റ്റുഡൻസിൻ്റെ പരിചയക്കാരും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള കുറേ പേരുടെ അഡ്രസ്സ് ഉണ്ട്. എനിക്ക് നല്ലൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഐഡിയ കിട്ടി.
ഞാൻ ഓരോരുത്തർക്കും ഇൻലൈൻ ലെറ്റർ കാർഡിൽ കുരുകുരാന്ന് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ എഴുതിയുണ്ടാക്കി. അങ്ങനെ ഇൻലൈൻ ലെറ്റർ അവർക്ക് പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റൽ കോച്ചിങ് എന്ന് ഞാൻ എന്നെ പേരൊക്കെ ഇട്ട് വിളിച്ചു, എന്തൊക്കെയോ ഒരു പേരൊക്കെ ഇട്ടിരുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇത് ഇൻലൻഡ് കിട്ടിയ ആളുകൾക്ക് വളരെ പ്രചോദനം തോന്നി പഠിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവർക്ക് എന്തൊക്കെയോ മെറ്റീരിയൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ഫുള്ളും കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുന്നത്, ഇത് പ്രിൻ്റ് ചെയ്യാം, ഇൻലൈൻ ലെറ്റർ പ്രിൻ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു പ്രിൻ്ററൊക്കെ സംഘടിപ്പിച്ച് അത് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല അന്നത്തെ കാലത്ത് നമ്മൾ കൈകൊണ്ട് എഴുതിയ നോട്ട്സ് കുറേ ആയിട്ടുണ്ട്, അത് മുഴുവൻ ഇരുന്ന് ടൈപ്പ് ചെയ്തുണ്ടാക്കി. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഇതെല്ലാം പവർ പോയിൻ്റ് ആക്കി മാറ്റി പകൽ മുഴുവൻ ഇരുന്ന് പഠിപ്പിക്കാൻ, രാത്രിയിലാണ് ഈ പരിപാടികളൊക്കെ. അങ്ങനെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് വളർന്ന് വന്നു, കുറേ അധികമായി. അതിനെ ഞാൻ എങ്ങനെയൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അന്ന് ഈ പ്രിൻറ്റിങ്ങിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരമൊന്നുമില്ല. അത് ബാർഗെയിൻ ചെയ്യാനോ അത് വേണ്ടവണ്ണം ചെയ്യാനോ ഒന്നും അറിയില്ല. ഏതോ ഒരു ആളുടെ അടുത്ത് ചെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നല്ല കാശ് ചിലവായി, ഒരുപാട് പൈസ ചിലവായി. ഒരു പൈസ ഇല്ലാത്ത സമയത്ത് 50,000 രൂപ എടുത്താൽ പ്രിൻ്റ് ചെയ്തത്. എൻ്റെ അമ്മയെ എല്ലാവരും എന്നെ പറഞ്ഞ ചീത്തയ്ക്ക് കൈ കണക്കില്ല, അത്രയധികം ചീത്ത കിട്ടി. വല്ല ആവശ്യമുണ്ട് അതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് വേണം എവിടെയെങ്കിലും പോയി പഠിപ്പിച്ചാൽ പോരെ കോളേജിൽ. അങ്ങനെ ഈ 50,000 രൂപ എങ്ങനെ മുതലാക്കുക, അത് എങ്ങനെ തിരിച്ചു കിട്ടുന്നുള്ള വിചാരത്തിൽ ആദ്യമായിട്ട് ഞാൻ നോട്ട്സ് വിൽക്കാൻ തുടങ്ങി. താൻ തയ്യാറാക്കിയ പവർ പോയിന്റ് പ്രസന്റേഷനുകൾ നിരവധി കോളേജുകൾക്ക് അയച്ചു കൊടുത്തു. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർക്ക് പോലും ഇംഗ്ലീഷ് നോവലുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു ഡോക്ടർ കല്യാണി വല്ലത്തിന്റെ അധ്യാപനം. സംഭാജി ഷിൻഡെ എന്ന് പറഞ്ഞ ഒരാൾ കോലാപൂരിൽ നിന്ന് എപ്പോഴും വിളിക്കുമായിരുന്നു ക്ലാസ്സിന് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ താമസിച്ച് പഠിക്കുന്ന രീതി ഇല്ലല്ലോ, തിരുവനന്തപുരത്തുള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സംഭാജി ഷിൻഡെ വന്നാൽ എവിടെ താമസിക്കും, അയ്യോ അയാളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഞാനത് ഒഴിവാക്കാൻ നോക്കി സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു ദിവസം രാവിലെ 3 മണിയായപ്പോൾ ഉണ്ട് അയാൾ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോൾ വിളിക്കുന്നത്, ഞാൻ ഉറങ്ങുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല മാഡം, ഞാൻ ഗേറ്റിൻ്റെ വെളിയിലുണ്ട്. അയ്യോ, അയാൾ നേരിട്ടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്ന് അയാളെ അകത്ത് കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, ഒരു വലിയൊരു വളം ഫെർട്ടിലൈസറിൻ്റെ ഒരു ചാക്കുണ്ട് അയാളുടെ അടുത്ത്, എന്തോ ഒരു ചെറിയ സ്ലിംഗ് ബാഗും തൂക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ബാഗിൽ, എന്താണ് ഈ ചാക്കിൽ? അയാൾ പറഞ്ഞു, പുസ്തകങ്ങളാണ് മാഡം, ഞാനിവിടെ താമസിച്ച് പഠിക്കാമെന്നാണ്, എന്നെ പഠിപ്പിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, ദൈവമേ എവിടെ താമസിക്കും? അപ്പോൾ അടുത്തുള്ള ആൻറ്റി അവരുടെ വീട്ടിലെ വരാന്തയിലേക്ക് തുറക്കുന്ന ഒരു മുറിയുണ്ട്, അവിടെ താമസിച്ചോളാന്ന് സമ്മതിച്ചു. വലിയ സന്തോഷമായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അന്ന് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ദൈവമേ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ച് തരാം, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ സപ്പോർട്ട് കൊടുത്തു. അവിടുന്ന് ഒരു വർഷക്കാലം സംഭാജി ഇവിടെ താമസിച്ചു. എന്താ ചെയ്തതെന്നറിയോ? എന്നും എൻ്റെ അടുത്തൊരു പേപ്പർ കൊണ്ട് തരും, മാഡം എനിക്ക് ക്വസ്റ്റ്യൻസ് എഴുതി തരണം. ഞാൻ 5-10 ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കും. അതുപോരാ, അതിൽ കൂടുതൽ എഴുതണം. ഞാൻ 15-20 ക്വസ്റ്റ്യനൊക്കെ എഴുതി കൊടുക്കും. ഇത് മുഴുവൻ സംഭാജി ഈ പുസ്തകങ്ങൾ നോക്കി, അയാളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങൾ നോക്കി ഉത്തരങ്ങൾ ഉണ്ടാക്കും. ആദ്യമൊക്കെ കോപ്പി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കും, എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അയാൾ സ്വയം എഴുതാൻ തുടങ്ങി, കോപ്പി ചെയ്യലല്ല. അങ്ങനെ സംഭാജിയിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഇന്ത്യ പോലത്തെ വലിയൊരു രാജ്യത്ത് അധികം ജനങ്ങളും കോൺവെൻറ്റുകളോ അല്ലെങ്കിൽ വലിയ വലിയ കോളേജുകളോ ഒന്നും പഠിക്കാൻ അവസരം കിട്ടാത്തവരും അതേസമയം ഒരുപാട് വിദ്യാഭ്യാസത്തിന് ആഗ്രഹമുള്ളവരും വളരെയധികം കഴിവുള്ളവരുമാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി പഠിക്കാനും. എൻ്റെ കാഴ്ചപ്പാടേ മാറി. ഇവർക്ക് വേണ്ടി എങ്ങനെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ക്വസ്റ്റായിരുന്നു എൻ്റെ പിന്നീടുള്ള വർഷങ്ങൾ മുഴുവൻ. ഇംഗ്ലീഷുകാർ പഠിക്കുന്നത് പോലെയല്ല നാം പഠിക്കേണ്ടത്, മറിച്ച് നമ്മുടെ പഠന രീതി മറ്റൊന്നാണെന്ന് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത അധ്യാപികയാണ് ഡോക്ടർ കല്യാണി വല്ലത്ത്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നത് പോലെ അല്ല നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഇത്തരമൊരു പ്രത്യേകമായ അവസ്ഥാവിശേഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ പഠിപ്പിച്ചപ്പോൾ എനിക്ക് അതുവഴി ഒരുപാട് പഠനത്തിനെ പറ്റിയിട്ടും പഠിപ്പിക്കുന്നതിനെ പറ്റിയിട്ടും സെൽഫ് ലേണിങ്ങിനെ പറ്റിയിട്ടും ഒക്കെയുള്ള പല വിധത്തിലുള്ള ടെക്നീക്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതെൻ്റെ സ്റ്റുഡൻസിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തത്. അവരുടെ സിറ്റുവേഷൻസിൽ നിന്നാണ് എനിക്കിതിലേക്ക് എത്താൻ കഴിഞ്ഞത്. പിന്നീടുള്ള ഒരു 25 വർഷക്കാലം മുഴുവൻ എനിക്ക് പല രീതിയിലുള്ള പഠനങ്ങളാണ് എനിക്കുണ്ടായത്. ഞാൻ പഠിച്ചെടുക്കുകയായിരുന്നു എങ്ങനെ പഠിപ്പിക്കണം.
ഒരു വലിയൊരു തിരിച്ചറിവായിരുന്നു അതെനിക്ക് തന്നത്. എൻ്റെ പേര് എൽസ ഹരിത ജേക്കബ്. ഞാൻ മാമിൻ്റെ 1 year ആയിട്ട് മാമിൻ്റെ സ്റ്റുഡൻ്റാണ്. ലിറ്ററേച്ചർ എന്ന ഒരു വിഷയം ഒരു അക്കാഡമിക് എന്നതിനുപരി അത് നമുക്ക് എത്രത്തോളം ആസ്വാദനത്തോടെ പഠിക്കാം എന്നത് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് മാമിൽ നിന്നാണ്. നെറ്റ് എക്സാം പാസ്സാവുക എന്ന ലക്ഷ്യത്തിനുപരി ഇന്ന് ഏതൊരു കുട്ടി എന്നോട് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അതിനുത്തരം എനിക്കുന്നുണ്ട്. അത് മാം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. കുട്ടികളെ ഈ വിഷയവുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ഒരു കരിക്കുലം ഉണ്ടാക്കണം. അവർക്കതിൽ താല്പര്യം വരണം. എന്നോട് കുട്ടികൾ ചോദിക്കും, മാം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മിക്കാൻ പറ്റുന്നില്ല, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത്? ഞാൻ പറയും പാഷൻ. ആ പാഷൻ ഉണ്ടെങ്കിൽ, അതിനോടുള്ള സ്നേഹം, അതിയായിട്ടുള്ള ഒരു ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഈ പരീക്ഷയാണ്. പരീക്ഷ എന്നുള്ളൊരു സ്ട്രെസ്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം അല്ലാതെ, പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രഷർ ഇല്ലാത്ത ഒരു പഠന രീതി, അതിൽ താല്പര്യം ജനിപ്പിക്കുക, അതിനുവേണ്ടി കളികൾ ഡെവലപ്പ് ചെയ്തു. ഞാനും എൻ്റെ സ്റ്റുഡൻസും കളികൾ ഡെവലപ്പ് ചെയ്തു. അവരെ കൊണ്ട് തന്നെ ഞാൻ പഠിക്കാനുള്ള പവർ പോയിന്റും മറ്റും ഡെവലപ്പ് ചെയ്യിപ്പിച്ചു, അത് എഡിറ്റ് ചെയ്യിപ്പിച്ചു. എൻ്റെ പേര് അമിത. വല്ലത്ത് എഡ്യൂക്കേഷനിൽ വരുന്നതിന് മുമ്പേ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇവിടുത്തെ ക്ലാസ്സസുകളെ കുറിച്ച്. എല്ലാ കോൺസെപ്റ്റും ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒപ്പം തന്നെ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ റിസർച്ച് ഓറിയൻറ്റഡുമാണ് ഇവിടുത്തെ ഓരോ ക്ലാസ്സുകളും. പിന്നെ ബുക്സ്, അത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, അതേപോലെ തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ എൻസൈക്ലോപീഡിയാസ് ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഡീപ്പായിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിനെക്കാട്ടി അപ്പുറം എന്തുമാത്രം നമുക്ക് ലിറ്ററേച്ചർ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആ ബുക്സ് നമ്മളെ കാണിച്ചു തരും. എൻ്റെ പേര് ജെറിൽ ജോൺസൺ. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ വല്ലത്ത് എഡ്യൂക്കേഷനെ മറ്റ് എഡ്യൂക്കേഷൻ അക്കാഡമിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഹൗ ദേ അപ്രോച്ച് ദ സിലബസ് എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ ഏറ്റവും മെയിൻ നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ക്ലാസ് ആണ്. സോ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ഈവനിങ് ടൈമിൽ നമുക്ക് ഓപ്പൺ മൈക്സ് ഉണ്ട്, പിന്നെ ഗ്രാമർ ക്ലാസ്സസ്, പിന്നെ ലിറ്ററേച്ചർ ക്ലാസ്സസ്, അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് അൺഅക്കാഡമിക് നമ്മുടെ ഈ വല്ലത്ത് എഡ്യൂക്കേഷൻ നമുക്കിവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ തിങ് എന്ന് വെച്ചാൽ നമ്മൾ നെറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈച്ച് പേപ്പറിന് നമുക്ക് സാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അവർ ഫുൾ ടൈം നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഡെഡിക്കുക. നമ്മൾക്ക് എപ്പോൾ ഒരു ഡൗട്ട് കൊണ്ട് ചെന്നാലും വളരെ അപ്രോച്ചബിൾ ആണ് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം. ഇത് ആണ് നമ്മുടെ കുട്ടികളെല്ലാം വല്ലത്ത് എഡ്യൂക്കേഷനിലേക്ക് ആകർഷിക്കുന്ന മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ. സൗഹൃദ സദസ്സിൽ വെച്ച് പുതിയ പ്രോജക്റ്റ് എന്താണെന്നുള്ള ഒരു ചോദ്യത്തിന് താൻ വെറുതെ പറഞ്ഞ ഒരു മറുപടിയിൽ നിന്നുദിച്ച ഒരാശയം പിന്നീട് തന്റെ പഠിതാക്കളുടെ പ്രിയ പുസ്തകങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി തീർന്നതിന്റെ ആത്മനിർവൃതിയിലാണ് ഇന്ന് കല്യാണി വല്ലത്ത്. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ, ഒരു സുഹൃത്തിനെ കാണാനിടയായി. അവൻ ഹിന്ദുവിലാണ് വർക്ക് ചെയ്യുന്നത്. കൃഷ്ണകുമാർ എന്നാണ് പേര്. അപ്പോൾ എറണാകുളത്ത് വെച്ച്. അപ്പോൾ കൃഷ്ണൻ എന്നോട് ചോദിച്ചു, കല്യാണി നീ ഇപ്പം എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിൻ്റെ കാര്യങ്ങൾ, കേൾക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പഠിപ്പിക്കുകയാണ് സ്റ്റുഡൻസ്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് പറയാണ്, ഞാനൊരു പുസ്തകം ഉണ്ടാക്കാൻ പോവാണ്. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ ഒരു ഇതുണ്ടാക്കിയ ഐഡിയയാണ്, അതിന് മുമ്പ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചാൽ അതെന്ത് പുസ്തകം, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് വെച്ചുള്ള. ഞാൻ പറഞ്ഞു, നമ്മുടെ സ്റ്റുഡൻസിനൊന്നും ഒരുപാട് വായിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഒന്നാമത് ഈ ഇൻ്റർനെറ്റ് കാരണം അവർക്ക് വായിക്കാൻ താല്പര്യമില്ല, രണ്ടാമത് അത്രയ്ക്കൊരു വിവരമില്ല. എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ തിയറിയുടെ ഒക്കെ പുസ്തകങ്ങൾ എന്ത് പാടാണ് വായിച്ചെടുക്കാൻ. അത് കാരണം ഞാൻ വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് പോയിൻ്റ് ആയിട്ടാണ് എൻ്റെ പുസ്തകത്തിൽ ഇടാൻ പോകുന്നത്. അതുവഴി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ മനസ്സിലായത് കാരണം കുറച്ചും കൂടി പ്രചോദനം ഉണ്ടാവും വായിക്കാനും എഴുതാനും ഒക്കെ. അങ്ങനെ പടിപടിയായിട്ട് അവർ ആ തിയറി പുസ്തകം വായിക്കുന്ന ലെവൽ വരെ എത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടംപററി എൻസൈക്ലോപീഡിയയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ അവനോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഐഡിയ ഉണ്ടാവുന്നത്. അങ്ങനെ 2015 ആദ്യത്തെ വോള്യൂം ഇറങ്ങി, കണ്ടംപററി എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. കവി സച്ചിദാനന്ദൻ മാഷാണ് അത് റിലീസ് ചെയ്തത്. ആ സമയത്ത്
ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രൊഫഷണൽസ് ഫോറം എന്ന് പറഞ്ഞ ഒരു അസോസിയേഷനും ഡോക്ടർ ജമീല ബേഗം ഇനോഗ്രേറ്റ് ചെയ്തു തന്നു എനിക്ക്. പല വിധത്തിലുള്ള കരിയറുകൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അതെങ്ങനെ അതിലേക്ക് എത്തണം, അതെങ്ങനെ നമ്മൾ അതിനു വേണ്ടി റെഡി ആവണം, ഇതൊക്കെയാണ് ഈ പ്രോഫ് വഴി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഹൈബ്രിഡ് കരിയേഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്. ഒരു കാര്യം പഠിച്ച് മറ്റൊന്നുമായിട്ട് ക്ലബ് ചെയ്ത് പുതിയൊരു കരിയറാക്കി അതിനെ മാറ്റണം. ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചാൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധിപ്പിച്ച് അങ്ങനെ ചില കരിയേഴ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ച് കൗൺസിലിംഗ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ലൈബ്രറി സയൻസ് പഠിച്ച് അങ്ങനെ കരിയേഴ്സ് ഉണ്ടാക്കാം. അതെല്ലാം സ്റ്റുഡൻസിനെ മനസ്സിലാക്കിയെടുപ്പിക്കാൻ പല വിധത്തിലുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അതിനുള്ള 2015 തൊട്ടുള്ള കാലഘട്ടത്തിൽ ചെയ്തു. അത് വലിയ വിജയമാവുകയും ചെയ്തു. ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങളായ മഗ്, ടീഷർട്ട്, സ്നേക്സ് ആൻഡ് ലാഡർ ഗെയിം എന്നിവ വിറ്റഴിക്കാനായി ക്യൂ ഷോപ്പ് എന്ന ഓൺലൈൻ സ്റ്റോർ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. ബുദ്ധനെ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ കല്യാണി വല്ലത്ത് തന്റെ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിനായി ബോധി ട്രീ ബുക്സ് എന്ന പേരിൽ ഒരു പബ്ലിഷിംഗ് കമ്പനി രൂപീകരിക്കുകയുണ്ടായി. ഇന്നത് വല്ലത്ത് എഡ്യൂക്കേഷൻ ബുക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതിൽ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇന്ന് ഏത് മേഖല എടുത്ത് നോക്കിയാലും എക്സ്പീരിയൻസ് ആണല്ലോ, അനുഭവം ആണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മൾ ഇൻ്റർനെറ്റിലൂടെയും എല്ലാം നമുക്ക് ലഭിക്കുന്നതും അനുഭവം തന്നെയാണ്. അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എങ്ങനെ കൊണ്ടുവരും? ഇംഗ്ലണ്ടിലേക്ക് നേരിട്ട് പോയാലല്ലേ പറ്റുള്ളൂ. പക്ഷേ എന്നാലല്ല, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറ്റിയാൽ അവിടെ ചെന്ന് അവരുടെ സംസ്കാരമൊക്കെ നേരിട്ട് കാണാൻ പറ്റിയാൽ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതല്ലാതെ ഇൻ്റർനെറ്റ് വഴി യൂട്യൂബും വീഡിയോസും ഒക്കെ വഴി മ്യൂസിക് വഴി അതൊക്കെ നമുക്ക് അനുഭവം തന്നെയാണ് തരുന്നത്. ഈ അടുത്ത് ഞങ്ങൾ ചെയ്തൊരു കാര്യം വളരെ രസകരമാണ്. നമുക്കെല്ലാം അറിയാം സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ഗെയിം, എല്ലാവരും തന്നെ കളിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാം, എങ്ങനെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അത് ചിലപ്പോൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളൊരു സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ഗെയിം ഡെവലപ്പ് ചെയ്തു. ഓരോ കരു നീക്കുമ്പോഴും നമ്മൾ ചില കരുക്കളിൽ ഒരു മൈക്കിൻ്റെ സിമ്പിൾ വരും. ആ സിമ്പിൾ വരുമ്പോൾ കുറേ കാർഡ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കാർഡ്സിൽ ഒരെണ്ണം എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ ഒരു ആക്ടിവിറ്റി കൂടി സ്നേക്സ് ആൻഡ് ലാഡേഴ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഉണ്ടാക്കി. അത് തന്നെ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഫോർ കിഡ്സ്, കുട്ടികൾക്കായിട്ടുള്ളതുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഫോർ അഡൾട്ട്സ്, മുതിർന്നവർക്കായിട്ടുള്ളതുണ്ട്. മാത്രമല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതുമുണ്ട്. അങ്ങനത്തെ ഒരു കാർഡ്സുമുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് വിഷയം പഠിപ്പിക്കാനും ഏത് ലെവലിലുള്ള ആളുകൾക്കും ഈ ഗെയിം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് സാഹിത്യത്തോട് കൂടുതൽ താല്പര്യം കാട്ടുവാനായി ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ട്ബുക്ക് ഡോക്ടർ കല്യാണി വല്ലത്ത് ഇറക്കുകയുണ്ടായി. ഒരു നോവലിലെ ആദ്യത്തെ കുറച്ചു ഭാഗം ഉൾപ്പെടുത്തി പ്രിന്റ് ചെയ്യുന്ന ഈ നോട്ട്ബുക്ക് അത് ഉപയോഗിക്കുന്നവരിൽ ബാക്കി വായിക്കാനുള്ള ആകാംക്ഷ ഉളവാക്കുമായിരുന്നു. വായനാശീലമില്ലാത്തവർക്ക് പുസ്തകങ്ങളോടുള്ള ഇഷ്ടം കൂട്ടാൻ ഏറെ സഹായകരമാണ് ഈ പഠന രീതി. ഇതുപോലെ നമുക്ക് കടുപ്പമേറിയ ഏതൊരു വിഷയവും ഇതേ മാതൃകയിൽ ആവിഷ്കരിച്ചാൽ പഠനം ഏറെ രസകരമാവുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. കൂടാതെ കുറെ പസിൽ നോട്ട്ബുക്സ് ഞങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കുറേ നോട്ട്ബുക്സ്. അതിനകത്ത് പസിൽ നോട്ട്ബുക്സിലാണെങ്കിൽ നോട്ട്ബുക്ക് പേജുകളുടെ ഇടയ്ക്കിടയ്ക്ക് കുറേ പസിൽസ് വരും. ഇതും സാഹിത്യം മാത്രമല്ല എന്ത് വിഷയം പഠിപ്പിക്കാനും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല മറ്റൊരു തരം നോട്ട്ബുക്സ് ഉണ്ട്, വെയർ ഇസ് ദ റെസ്റ്റ്, ബാക്കി എവിടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പേരിൽ ഒരു നോട്ട്ബുക്സ് ഉണ്ട്. തുടക്കം കാണുമ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഥറിൻ്റെ നോവലാണെന്ന് നമ്മൾ വിചാരിക്കും. അതൊരു പ്രാക്ടിക്കൽ ജോക്ക് പോലെയാണ്. അത് കാണുന്ന എല്ലാവരും വിചാരിക്കും, ഓ ഈ നോവൽ എനിക്ക് വായിക്കണമല്ലോ, ഞാൻ വായിക്കാം മുഴുവൻ എന്ന് വിചാരിച്ച ആദ്യത്തെ പേജ് ഫോർവേഡാണ് ഓഥറിനെ പറ്റിയൊക്കെ. അത് കഴിഞ്ഞ് ചാപ്റ്റർ തുടങ്ങും. ചാപ്റ്റർ വായിച്ചു വരുമ്പോൾ 2 പേജ് കഴിഞ്ഞ് പിന്നെ ബുക്കില്ല, പിന്നെ എന്താണ്, നോട്ട്ബുക്ക് പേജസ് ആണ്. അത് കാണുന്നവരൊക്കെ പറ്റിപ്പോവാറുണ്ട്. അവർ വിചാരിക്കുന്നത് ശരിക്കുള്ള നോവലാണെന്ന്, പക്ഷെ അത് നോട്ട്ബുക്കാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വായിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് പലരും എന്നോട് പറയാണ്, എനിക്ക് വായിക്കാൻ താല്പര്യമില്ല, ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. വേണ്ട, 2 പേജ് വായിച്ചാൽ മതി. പക്ഷെ ആ 2 പേജ് വായിച്ചു കഴിഞ്ഞാൽ താല്പര്യം വരും. ചാൾസ് ഡിക്കൻസ് ഒക്കെ എന്തോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് വിചാരിക്കുന്നവർ, ഇത്ര എളുപ്പമായിരുന്നോ ചാൾസ് ഡിക്കൻസ്, 2 പേജല്ലേ ഉള്ളൂ, വായിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അതിൽ താല്പര്യമെന്ന് ബാക്കി വായിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്കും കൂടി എഴുതാൻ പറ്റുന്ന ഒരു ബുക്കാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. കാരണം നോട്ട്ബുക്കിൽ നമ്മളാണല്ലോ എഴുതുന്നത്. അത് ചാൾസ് ഡിക്കൻസിനെ പറ്റി വേണമെങ്കിൽ വായിച്ച് പഠിച്ച് അതിനെപ്പറ്റി എഴുതാം.
അതല്ലെങ്കിൽ വേറെ ഓതേഴ്സിനെ പറ്റി എഴുതാം. വേണമെങ്കിൽ ഈ കഥ വേണമെങ്കിൽ തുടർന്ന് നിങ്ങൾ എഴുതിക്കോളൂ, ഇതിന് ശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ വേണമെങ്കിൽ അതിൽ എഴുതിക്കോളൂ. ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഒരു നോട്ട്ബുക്കായിട്ട് അത് ഉപയോഗിച്ചോളൂ. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് ബുക്ക്. ഇതിൻ്റെ ലക്ഷ്യം ചാൾസ് ഡിക്കൻസിനെ കുറിച്ച് പഠിപ്പിക്കലല്ല, പക്ഷേ സാഹിത്യത്തിൽ ഒരു താല്പര്യം ജനിപ്പിക്കലാണ്. ഒട്ടും തന്നെ അത് ചാൾസ് ഡിക്കൻസ് തന്നെ വേണമെന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്സ് ആവാം. ഒട്ടുമേ താല്പര്യം മാത്സിന് താല്പര്യം ഇല്ലാത്തവർക്ക് ഈ നോട്ട്ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യണം, രസകരമായിട്ടുള്ള 2-3 പേജിലെ ആക്ടിവിറ്റീസ് കാരണം ഗ്യാരണ്ടി അവർക്ക് താല്പര്യമുണ്ടാവും. അങ്ങനെയുള്ള നോട്ട്ബുക്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. വേറെ വളരെ രസകരമായിട്ടുള്ള വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാർഡ്സ് ടൈംസ് എന്ന് പറഞ്ഞ ഒരു സ്യൂഡോ ന്യൂസ് പേപ്പർ നമുക്കറിയാം. ഇന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, കുട്ടികളൊന്നും ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല, ന്യൂസ് പേപ്പർ വായിക്കാൻ താല്പര്യമില്ല. ശരി, എന്നാൽ ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. അതായത് സാഹിത്യത്തിൽ നമ്മൾ ചരിത്രം പഠിക്കണം, പിന്നെ നോവലുകളും കവിതകളും ഒക്കെ പഠിക്കണം. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും. ഇപ്പം ചരിത്രം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജാവോ രാജ്ഞിയോ മരിച്ചു, അല്ലെങ്കിൽ അവർ സ്ഥാനമേറ്റു, അങ്ങനത്തെ സംഭവങ്ങൾ. അതല്ലെങ്കിൽ നോവലുകളിലാണെങ്കിൽ ക്യാരക്ടേഴ്സിന് കഥാപാത്രങ്ങൾക്ക് സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ. ഇതെല്ലാം തന്നെ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ കൊണ്ട് ജേർണലിസ്റ്റുകളെ പോലെ അതിനെ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു. അതായത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളും നോവലുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അവർ എഴുതണം. അതൊരു ഭയങ്കര ആക്ടിവിറ്റി ആയിരുന്നു. അത് എഴുതിയവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടി, ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം കിട്ടി. അത് ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത ഒരു ന്യൂസ് പേപ്പർ പോലെയാക്കി. അത് വായിക്കുന്നവർക്കോ ഒരു ബോറടി ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരവും. അടുത്ത എൻ്റെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിലേക്ക് നേരിട്ട് പോയി അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ലാൻഡ്സ്കേപ്പും എല്ലാം കാണിച്ച് അതുമായി ബന്ധപ്പെട്ട ഓത്തേഴ്സിനെയും വർക്ക്സിനെയും ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ലിറ്റററി ട്രെയിൽസ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ഒരുപാട് വെർച്വൽ റിയാലിറ്റി ഉപയോഗിക്കുന്ന ഗെയിംസ് കളിക്കുന്നുണ്ടല്ലോ, വീഡിയോ ഗെയിംസൊക്കെ. AI-യും കൂടി വരുന്ന അവസരത്തിൽ നമുക്ക് ആക്ച്വലായിട്ട് വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് അവിടുത്തെ ആളുകളെയൊക്കെ കാണാനും അവിടുത്തെ കാര്യങ്ങൾ അനുഭവിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഗെയിംസാണ് ഇപ്പോൾ ഡെവലപ്ഡായി വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു പോപ്പുലറായ ഒരു ക്രേസായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ചെറിയ ആളുകൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ. അപ്പോൾ ആ ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഒരു മോഡലാണ് എൻ്റെ ഈ ലിറ്റററി ട്രെയിൽസിനുള്ളത്. ഞാൻ AI അല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ തന്നെ ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. നേരിട്ടൊരു സ്ഥലത്ത് ചെന്ന് നിന്ന് അവിടുത്തെ ആ സംസ്കാരത്തിനെ ഇവിടെ ഇരുന്ന് കാണുന്നവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് എന്നിലൂടെ ആ സ്ഥലങ്ങൾ കാണുകയും അതെങ്ങനെയാണ് ഓരോ ലിറ്റററി ടെക്സ്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുകയും. UK-യിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. UK മാത്രമല്ല, US അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ഇന്ത്യ തന്നെ എവിടെയൊക്കെ സാഹിത്യമുണ്ടോ അവിടെ എല്ലാം ഈ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെറുതെ പുസ്തകങ്ങൾ വായിച്ച് ഇമാജിൻ ചെയ്യേണ്ടി വരുന്ന ഒരു ബോറടി ഇല്ലാതെ നമുക്ക് കൺമുന്നിൽ തന്നെ കാണാനും അത് പലതരത്തിൽ അനുഭവിക്കാനും, ഞാൻ ഇവിടെ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള പല സാധനങ്ങളും എനിക്ക് കൊണ്ടുവന്ന് കാണിക്കാനും പറ്റും. അത് കാണാനും തൊടാനും അത് വെച്ച് ആ സാഹിത്യത്തിനെ മനസ്സിലാക്കാനും ഉള്ള ഒരു രീതിയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഓരോരോ കഴിവുകളുണ്ട്. ക്രിയേറ്റീവായി വർക്ക് ചെയ്യുന്ന നിരവധി സ്ത്രീകളുള്ള ഇവിടെ അവർക്കായി ഒരു പോർട്ടൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതുവഴി പല വിധത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തു മുന്നേറുവാൻ അവർക്ക് സാധിക്കുമെന്ന് ഡോക്ടർ കല്യാണി വല്ലത്ത് വിശ്വസിക്കുന്നു. എല്ലാ സ്ത്രീകൾക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റും. ചിലർക്ക് വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും, ചിലർക്ക് വേറെ കാര്യങ്ങളിലായിരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്,
എല്ലാ സ്ത്രീകളും വീടുകളിൽ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. ചിലർ നല്ല രീതിയിൽ പിക്കിൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ചോറ് തന്നെ വയ്ക്കും, എന്തെല്ലാം ചെയ്യും. വളരെ ക്രിയേറ്റീവായിട്ട് എല്ലാം പലതും ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരുടെ കഴിവ്, അതൊക്കെ കഴിവുകളല്ലേ. ആ കഴിവുകളൊന്നും നമ്മൾ ആരും അറിയാറില്ല. ഞാൻ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് പശു അല്ലെങ്കിൽ പശുവിൻ്റെ പാല് ഇതൊന്നും ആക്സസ് ഇല്ല. എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു മാവ് അല്ലെങ്കിൽ പ്ലാവ്, ഞാൻ ഫ്ലാറ്റിൽ ജീവിക്കുന്ന എനിക്ക് എവിടുന്ന ഇതൊക്കെ. എൻ്റെ നഗരത്തിന് ചുറ്റുപാടും ഒരുപാട് ഗ്രാമങ്ങളുണ്ടാവും. ആ ഗ്രാമങ്ങളിൽ ഒരു മാവ് അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ ഒരു പശുവിനെ എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റണം. അതെൻ്റെയാണ്, വേറെ ആരുടെയോ ആണ്. പക്ഷെ അതിൻ്റെ മാങ്ങയും ചക്കയും ഈ പശുവിൻ്റെ പാലും ഒക്കെ എനിക്ക് വേണ്ടപ്പോഴൊക്കെ എനിക്ക് കിട്ടണം. എനിക്ക് അവിടെ ചെന്ന് താമസിക്കാനും ഇതിനെ കാണാനും ഒക്കെ പറ്റണം. അങ്ങനെ സ്പോൺസർ ചെയ്യാൻ പറ്റിയാൽ ആ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് അതൊരു വലിയ സഹായവുമാവും, ആ നഗരങ്ങളിലുള്ള ആളുകൾക്ക് അതുമായിട്ടൊരു കണക്ഷനാവും. അതൊരു ഭയങ്കര ബിസിനസ് പ്രോജക്റ്റായിട്ട്, ഒരു മോഡലായിട്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യരെയും കുട്ടികളെയും നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റണം വേണമെങ്കിൽ. അതിന് വിശ്വസനീയമായൊരു പോർട്ടൽ ഉണ്ടെങ്കിൽ, അതിന് വേണ്ട എക്സിക്യൂട്ടീവ്സ്, അത് നടത്താനുള്ള ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ നടത്താവുന്നതേ ഉള്ളൂ. എല്ലാം ഒരു തരം ഇതെല്ലാം ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലും തിയറിയിലും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പറയുന്നത്. നമുക്ക് റൈസോം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. വെർട്ടിക്കൽ അല്ലാതെ ഹൊറിസോണ്ടലായിട്ട് ഡെവലപ്മെൻറ്റ്, പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ. അതാണല്ലോ ഊബറും സ്വിഗ്ഗിയും ഒക്കെ. അതുപോലെ എന്തെല്ലാം വിദ്യാഭ്യാസം അടക്കം എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ പല ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിഫിക്കേഷനാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ കളിയെന്ന് മാത്രമല്ല, ആളുകളെ എൻഗേജ് ചെയ്യുക, അൺകൺവെൻഷനലായ രീതികളിൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഒരു ഗെയിമിഫിക്കേഷൻ്റെ രീതിയാണ്. ഒരു ഗെയിമാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ ഗെയിമിഫിക്കേഷൻ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ വലിയൊരു ഭാഗമാണ്. ഒരുപാട് ഗെയിംസ് വഴി നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനോട് കുറേയും കൂടി സ്നേഹം ഉണ്ടായേനെ. പ്രതിബന്ധങ്ങളെ തൃണവൽക്കരിച്ച് മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കാൻ പ്രിയതമൻ സുദീപും മകൻ ഹരിഹരനും തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുവെന്നത് തന്നെ ഡോക്ടർ കല്യാണിയുടെ ആശയങ്ങളുടെ മഹത്വത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, റെഡി ആയിക്കോളൂ വലിയൊരു മാറ്റത്തിന്, അതാണ് പറയാനുള്ളത്. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതാണിപ്പോൾ വരുന്നത്. വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് 2-3 വിഷയങ്ങൾ നല്ലവണ്ണം പഠിച്ച് ഒരു കരിയറിന് നമ്മൾ തയ്യാറാകണം. അത് ഇന്നത്തെ അവസ്ഥയിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല. ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെ ഒരു ജോലി ചെയ്യണം, എങ്ങനെ ഒരു കാര്യം പൂർണ്ണമായി ചെയ്തെടുക്കണം, എങ്ങനെ ഒരു പുസ്തകം എഴുതണം, അല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് റെഡിയായിട്ട് സ്റ്റുഡൻസ് റെഡിയായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോളേജസും ടീച്ചേഴ്സും ഒക്കെ തയ്യാറെടുക്കുകയാണ്. ഇതുവരെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം മാറ്റിവെച്ച് ആക്ച്വലായിട്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തയ്യാറാക്കി എടുക്കണം. ഇതിനകത്ത് ഇൻറ്റേൺഷിപ്പ് ഒരുപാട് വരുന്നുണ്ട്, ആക്ച്വൽ വർക്ക് വരുന്നുണ്ട്. വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി കാണാപ്പാഠം പഠിക്കുന്ന രീതി മാറാനാണ് പോകുന്നത്. അത് നല്ലതാണ്, ഒരുപാട് തരത്തിൽ നല്ലതാണ്. അത് ശരിക്കും റെഡിയായിട്ട് വരാനായിട്ട് കുറച്ച് കാലം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ എന്നാലും അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. ഇനി വരും കാലങ്ങളിലെ വിദ്യാഭ്യാസത്തിന് നമ്മൾ റെഡിയാവുമ്പോൾ എന്തൊക്കെയാണ് വിചാരിക്കേണ്ടത്? നമുക്ക് ഒരു ക്യൂരിയോസിറ്റി വേണം, അറിയാനുള്ളൊരാഗ്രഹം. അല്ലാതെ വെറുതെ ആരോ പറഞ്ഞതുകൊണ്ട് പഠിക്കരുത്. ആ ക്യൂരിയോസിറ്റി വെച്ച് വളരെ താല്പര്യത്തോടുകൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. ക്രിയേറ്റീവായിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഈ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഓരോ കാര്യവും NEP-യിൽ നമുക്ക് ഗുണം ചെയ്യും അവസാനം. അങ്ങനെ ഒരു കരിയറിലേക്ക് നമ്മൾ എത്തണം. വെറുതെ അതും ഇതും ചെയ്ത് ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് പോവാതെ നമ്മുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു മരം വളരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു കെട്ടിടം കെട്ടുന്നത് പോലെ ഓരോ കട്ടയും വെച്ച് അതിനെ അവസാനം ഒരു ജിക്സോ പസിൽ പോലെ അവസാനം ഒരു പിക്ചറാക്കി അതിനെ മാറ്റണം. നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തണം, അങ്ങനെ ഒരു ധാരണ നമുക്ക് ആദ്യമേ ഉണ്ടാവണം. അതിലേക്ക് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളൊരു കരിയറിനെ മോൾഡ് ചെയ്യണം. ഇനി NEP വരുമ്പോൾ വേറൊരു കാര്യം, എന്തെങ്കിലുമൊക്കെ പേരിനൊരു കരിയർ അല്ല ഉണ്ടാക്കേണ്ടത്. അതിന് നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് വളരെ പ്രധാനമായിട്ട് വരും.
സമൂഹത്തിൽ എന്തൊക്കെയാണ് ഗ്യാപ്സ് ഉള്ളത്, എന്തൊക്കെയാണ് ആളുകൾക്ക് ആവശ്യം, എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വേണം നമ്മൾ കരിയർ ഉണ്ടാക്കാൻ. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു വരും കാലത്ത് നമ്മുടെ ഇന്ത്യക്ക് ആവശ്യം. അതാണ് NEP നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഞാൻ ഡെവലപ്പ് ചെയ്ത പല ടെക്നീക്സും നിങ്ങൾക്ക് സഹായകമായേക്കും. തന്റെ ഉറച്ച തീരുമാനങ്ങളിലൂടെ ഒരു സമൂഹത്തിന് തന്നെ മാതൃകയായി തീർന്ന ഡോക്ടർ കല്യാണി വല്ലത്തിന്റെ ജീവിതയാത്ര ആർക്കും അനുകരിക്കാവുന്ന ഒന്ന് തന്നെയാണ്.